Whispers of Nature, Kerala's Tribal Wisdom. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിന്റെ കീഴിൽ ഉഷ്ണമേഖലാ സസ്യങ്ങളുടെ സംരക്ഷണവും സുസ്ഥിരമായ ഉപയോഗവും ലക്ഷ്യമാക്കിയുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സ്ഥാപനമായ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എത്നോ മെഡിസിൻ ആൻഡ് എത്നോ ഫാർമക്കോളജി ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന പ്രോജക്റ്റായ സിസ്റ്റമാറ്റിക് ഡോക്യുമെന്റേഷൻ ആൻഡ് ബയോ പ്രോസ്പെക്ടിംഗ് ഓഫ് ethno-medically important medicinal plants on tribal and traditional knowledge through molecular pharmacological അപ്രോച്ചിന്റെ ഭാഗമായി വനാന്തരങ്ങളിലെ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ തലമുറകളായി കൈമാറി വരുന്ന പരമ്പരാഗത വിജ്ഞാനത്തിന്റെ അവശേഷിക്കുന്ന അമൂല്യമായ അറിവുകളുടെ സമാഹരണമാണ് വിസ്പേഴ്സ് ഓഫ് നേച്ചർ എന്ന കേരളത്തിന്റെ കാടറിവുകളെ പറ്റിയുള്ള ഈ ചിത്രീകരണം. കേരളത്തിലെ തദ്ദേശീയ ജനവിഭാഗമാണ് ആദിവാസി സമൂഹങ്ങൾ. സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗമായിട്ടാണ് ഇവർ കണക്കാക്കപ്പെടുന്നത്. കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ ഏകദേശം 5% ആദിവാസികൾ. സംസ്ഥാനത്തെ ഭൂരിഭാഗം ആദിവാസികളും താമസിക്കുന്നത് കർണാടക തമിഴ്നാട് അതിർത്തിയിലുള്ള പശ്ചിമഘട്ടത്തിലെ വനമേഖലകളിലാണ്. സംസ്ഥാനത്തെ 14 ജില്ലകളിലായി 36 ആദിവാസി സമുദായങ്ങളെ പട്ടികവർഗ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്കാരം, ഉപജീവന മാർഗങ്ങൾ, വിശ്വാസം, സാമൂഹിക ഘടന, സമ്പദ് വ്യവസ്ഥ, വികസന കാഴ്ചപ്പാടുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഓരോ ആദിവാസി ഗോത്രവിഭാഗവും വളരെ വൈവിധ്യമുള്ളതാണ്. ബാഹ്യലോകവുമായി ഏറെ ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സമൂഹമാണ് കേരളത്തിലെ മിക്ക ആദിവാസി വിഭാഗങ്ങളും. അവർ തങ്ങളുടെ പാരമ്പര്യവും തനതായ ജീവിത രീതികളും മുറുകെ പിടിക്കുന്നു. ഈ കാലഘട്ടത്തിലെ നഗരവൽക്കരണത്തിന്റെയും ആധുനികതയുടെയും തരംഗങ്ങൾക്കിടയിലും സ്വത്വം നഷ്ടപ്പെടാത്ത ആദിവാസി സമൂഹങ്ങൾ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നും അധിവസിക്കുന്നുണ്ട്. കേരളത്തിലെ ആദിവാസി സമുദായങ്ങളിൽ ചോലനായ്ക്കർ, കുറുമ്പർ, കാട്ടുനായ്ക്കർ, കാടർ, കൊറഗർ എന്നീ ആദിവാസി ജനസമൂഹങ്ങൾ ജനസംഖ്യയിൽ കുറഞ്ഞു വരുന്നവരും സാക്ഷരതയിൽ ഏറെ പിന്നാക്കം നിൽക്കുന്നവരുമാണ്. അവരിൽ ഏറ്റവും പ്രാകൃതരും ലോകത്തിൽ തന്നെ വിരളവുമായ ആദിവാസി ഗോത്രവർഗമാണ് ചോലനായ്ക്കർ. പുറം ലോകവുമായി ബന്ധമില്ലാതെ നിബിഡമായ വനപ്രദേശങ്ങളിൽ അളകൾ എന്ന് വിളിക്കപ്പെടുന്ന ഗുഹകളിൽ വസിച്ചു വരുന്ന ഇവർ സംസാരിക്കുന്നത് ആദിദ്രാവിഡ ഭാഷയുടെ വകഭേദമായ കന്നഡയും തമിഴും മലയാളവും ഇടകലർന്ന വാമൊഴി മാത്രമുള്ള ചോലനായ്ക്കർ ഭാഷയിലാണ്. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കാടിന്റെ മലനിരകളിൽ താമസിച്ചു വരുന്ന ഇവരുടെ ജനസംഖ്യ ക്രമാതീതമായി കുറഞ്ഞു വരികയാണ്.
എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ വനനിബിഡമായ ഗ്രാമപഞ്ചായത്താണ് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത്. ഭൂതത്താൻകെട്ട് ജലസംഭരണിയുടെയും അണക്കെട്ടിന്റെയും വടക്ക് ഭാഗത്താണ് കുട്ടമ്പുഴ സ്ഥിതി ചെയ്യുന്നത്. ഇടമലയാർ അണക്കെട്ടിൽ നിന്നും വരുന്ന വെള്ളത്തിന്റെയും പെരിയാർ, ഇടമലയാർ, പൂയംകുട്ടിയാർ, കണ്ടംപാറ എന്നീ നദികളുടെയും അവയുടെ കൈവഴികളുടെയും സംഗമസ്ഥാനമാണ് കുട്ടമ്പുഴ. അങ്ങനെ ഒരു കൂട്ടം പുഴകളുടെ നാടായ ഈ സ്ഥലത്തെ പിൽക്കാലത്ത് കുട്ടമ്പുഴ എന്ന് വിളിക്കപ്പെടുകയായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതമായ തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ മാത്രം ദൂരെ സ്ഥിതി ചെയ്യുന്ന ഈ പഞ്ചായത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ എത്തിച്ചേരുന്ന ദേശാടന പക്ഷികളും കുട്ടമ്പുഴയിലെ വിസ്മയ കാഴ്ചകളിലൊന്നാണ്. പ്രകൃതി രമണീയതയാൽ മനം കുളിർക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ 17 വാർഡുകളിലായി 16ഓളം ആദിവാസി കുടിലുകൾ നിലവിലുണ്ട്. മുതുവാൻ, മണ്ണാൻ, ഉള്ളാടൻ, ഊരാളി, മലയൻ, മലയരയൻ എന്നീ ആദിവാസി വിഭാഗങ്ങൾ താമസിച്ചു വരുന്നു. ഉൾവനങ്ങളിൽ താമസമാക്കിയിട്ടുള്ള ചില ആദിവാസി കുടിലുകളിലേക്കുള്ള യാത്ര ഇന്നും വളരെ പ്രയാസമേറിയതാണ്. പരമ്പരാഗത അറിവുകളുടെ ഉറവിടം തേടിയുള്ള യാത്രയിൽ കൊഞ്ചിപ്പാറ, തലവച്ചപ്പാറ എന്നീ കോളനികളിൽ താമസമാക്കിയിട്ടുള്ള മുതുവാൻ വിഭാഗത്തിന്റെ ആദിവാസി ഊരുകളിലേക്കുള്ള യാത്ര വളരെ ദുഷ്കരമായിരുന്നു. കുട്ടമ്പുഴയിലെ ബ്ലാവന എന്ന സ്ഥലത്തെ കടവിൽ നിന്നും ചങ്ങാടത്തിൽ പൂയംകുട്ടിപ്പുഴ കടന്നു വേണം കൊഞ്ചിപ്പാറയിലെത്താൻ. ഞങ്ങളുടെ വാഹനത്തിന്റെ സാരഥിയായ മുതുവാൻ ആദിവാസി വിഭാഗത്തിലെ രാമൻ സ്ഥിരമായി വഴിയിൽ ഉടനീളം കാട്ടാനക്കൂട്ടങ്ങളുടെയും കാട്ടുപോത്തുകളുടെയും സാന്നിധ്യമുണ്ടാകാമെന്ന മുന്നറിയിപ്പ് തന്നിരുന്നതിനാൽ തന്നെ തെല്ലു ഭയത്തോടെ പൂയംകുട്ടി നദിക്ക് അക്കരെയുള്ള കൊഞ്ചിപ്പാറ ഊരിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. വന്യമൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാരപാതയായ വഴികളിലൂടെ കാടിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ പുറം ലോകത്തു നിന്നുള്ള ആളുകളുടെ സാമീപ്യം അപകട സൂചനയെന്ന് മനസ്സിലാക്കിയിട്ടെന്ന പോലെ ചീവീടുകൾ യാത്രയിൽ ഉടനീളം ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു ദൂരം കഴിയും മുന്നേ കാട്ടാനക്കൂട്ടം കടന്നുപോയതിൻ്റെതായ എല്ലാ അടയാളങ്ങളും കണ്ടു തുടങ്ങിയിരുന്നു. എന്നിരുന്നാലും ധൈര്യം സംഭരിച്ച് ഇരു ചെവികളും കൂർപ്പിച്ചു വെച്ച് കാടിന്റെ സംഗീതം ആസ്വദിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. യാത്രമധ്യേ സ്ഥലത്തെ ആദിവാസിയൂരുകളുടെ ഏക ചികിത്സാ കേന്ദ്രമായ കേരള പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിലുള്ള സിദ്ധ ഔഷധശാല കാണുവാൻ കഴിയും. ഡോക്ടർ ശ്രീനാഥ് MS മെഡിക്കൽ ഓഫീസർ സ്ഥലത്തെ ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. 2018 മുതൽ മൂവാറ്റുപുഴ TD ഓഫീസിൻ്റെ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിൻ്റെ നേതൃത്വത്തിൽ കോർപ്പസ് കൊണ്ട് ഉൾപ്പെടുത്തി കുട്ടമ്പുഴ പഞ്ചായത്തിലെ 6-ാം വാർഡിലെ കല്ലലിമേട് എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന സിദ്ധ ഡിസ്പെൻസറിയുടെ മെഡിക്കൽ ഓഫീസറാണ്. ഇവിടെ ഈ 6-ാം വാർഡ് വനത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. സൗകര്യങ്ങളൊന്നും ഇല്ലാതെ, മൊബൈൽ നെറ്റ്വർക്കോ മറ്റ് യാത്രാ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ പ്രധാനമായിട്ടും ആദിവാസി വിഭാഗത്തിലെ മുതുവാൻ സമുദായത്തിൽപ്പെടുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. കുഞ്ചിപ്പാറ, തലവച്ചപാറ, തേര, വാരിയം, ഉറിയംപെട്ടി എന്നിവ
ചേരുന്ന ഒരു വനപ്രദേശമാണ് ഈ സ്ഥലം. വന്യജീവി വ്യവഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് 2500ഓളം വരുന്ന താമസക്കാരുടെ ആദിവാസി വിഭാഗങ്ങളുടെ മുതുവാൻ സമുദായത്തിന്റെ ഒരേ ഒരു ആരോഗ്യ മേഖലയിൽ ആശ്രയ കേന്ദ്രം ഈ ഒരു സ്ഥാപനം മാത്രമാണ്. ഗവൺമെന്റ് ശ്രദ്ധ ഡിസ്പെൻസറി കല്ലേലിമേട്. പ്രതിദിനം 20-25 രോഗികളാണ് ഇവിടെ സാധാരണ വരാറുള്ളത്. എന്ത് രോഗത്തിനുമുള്ള പ്രാഥമിക ചികിത്സ നൽകാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. ആവശ്യമായി വരുന്ന റെഫറൽ സംവിധാനങ്ങൾ മാത്രമേ കുട്ടമ്പുഴയ്ക്കും കോതമംഗലത്തേക്കും വിടുന്നുള്ളൂ. കല്ലുകൾ നിറഞ്ഞ മൺപാതകളും ചെറിയ കോൺക്രീറ്റ് പാതകളും പാലങ്ങളും കടന്ന് എത്തിച്ചേരുന്നത് ആദിവാസി വിഭാഗങ്ങൾ സിറ്റി എന്ന് വിളിക്കുന്ന കല്ലേലിമേട് എന്ന സ്ഥലത്താണ്. കല്ലേലിമേട് കോളനി നിലനിൽക്കുന്ന സ്ഥലം വരെ എത്തിക്കഴിഞ്ഞാൽ ആദിവാസി ഇതര വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകളുടെ സ്വകാര്യ സ്ഥലങ്ങൾ കാണാനാകുന്നതാണ്. കല്ലേലിമേടിൽ നിന്നും ഏകദേശം കിലോമീറ്ററുകളോളം കല്ലുകൾ നിറഞ്ഞ യാത്രാ സൗകര്യം തീരെയില്ലാത്ത കാട്ടുപാതയിലൂടെ സഞ്ചരിച്ചാൽ മുതുവാൻ സമൂഹത്തിന്റെ കുഞ്ചിപ്പാറ ഊരിൽ എത്താൻ കഴിയും. മുതുവാൻ ആദിവാസി സമുദായം മാത്രമാണ് ഈ ഊരിലെ താമസക്കാർ. കുഞ്ചിപ്പാറ കൂടാതെ മറ്റു മുതുവാൻ ആദിവാസി ഊരുകളായ തലവച്ചപ്പാറ, തേര, വാരിയം എന്നീ ഊരുകളും ഈ വനാന്തരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 110ഓളം മുതുവാൻ കുടുംബങ്ങൾ താമസമാക്കിയിട്ടുള്ള കുഞ്ചിപ്പാറ ഊരിൽ നിന്നും കൊടും വനത്തിനുള്ളിലെ സഞ്ചാരയോഗ്യമല്ലാത്ത പാതയിലൂടെ 35ഓളം കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ 70ൽ പരം കുടുംബങ്ങൾ താമസമാക്കിയിട്ടുള്ള വാരിയമൂരിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. 80ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന തലവച്ചപ്പാറ ഊരിന്റെയും 30ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന തേര കുടികളുടെയും അവസ്ഥ ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. സ്ഥലത്തിന്റെ പ്രത്യേകതകളും ബുദ്ധിമുട്ടുകളെയും പറ്റി വാർഡ് മെമ്പറായ ശ്രീ ഗോപി ബദറൽ സംസാരിക്കുന്നു. ഈ കല്ലേലിമേട് വാർഡിന്റെ പേരാണെങ്കിലും നിലവിൽ കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ 6ാം വാർഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ വാർഡിന്റെ 4ൽ 3% ഭാഗം ആളുകളും ഞങ്ങളുടെ ST, അതായത് മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ്. പോയിട്ട് 1% ആളുകളാണ് ജനറലായ ആളുകൾ ഈ കല്ലേലിമേടിൽ ഉള്ളത്. വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്കവാറും സ്ഥലങ്ങളിലും കോൺക്രീറ്റ് ഉണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകും. പക്ഷേ യഥാർത്ഥ കോൺക്രീറ്റ് അല്ല, അതൊരു താൽക്കാലിക രീതിയിലുള്ളൊരു കോൺക്രീറ്റ് മുഖേനയുള്ള പണികളൊക്കെയാണ് ചെയ്തു പോരുന്നത്. അതായത് PWD അങ്ങനെ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു കോൺക്രീറ്റ് റോഡല്ല, താൽക്കാലികം എന്നുള്ള നിലയിലുള്ളൊരു റോഡിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ച് പോകുന്നത്. അത് വന്ന് ഈ കല്ലേലിമേട് ഭാഗത്ത് വരുമ്പോഴത്തേക്ക് റോഡുകളെല്ലാം തീരുവാണ്. പിന്നെ കുടികളിലേക്ക് മൊത്തം മൺ റോഡാണ്. മണ്ണും കല്ലും നിറഞ്ഞ റോഡുകളായതിൻ്റെ പേരിൽ നിലവിൽ ഒരു കാരണവശാലും സമയത്ത് നമുക്ക് ഒരു ആശുപത്രിക്കോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോകേണ്ടതായ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുവാനോ ഇതിനൊന്നും സമയത്ത് നമുക്ക് നമ്മുടെ പഞ്ചായത്തുമായിട്ടോ ടൗണുമായിട്ടോ നമുക്ക് ബന്ധപ്പെടാൻ ഒരു കാരണവശാലും പറ്റുന്നില്ല. മുതുവാൻ ആദിവാസി സമൂഹങ്ങളുടെ ഉത്ഭവത്തിന് പിന്നിൽ ഒരു കഥയുള്ളതായി പറയപ്പെടുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിന്റെ ഭാഗമായുള്ള വനമേഖലയിൽ നിന്നും ഇവിടേക്ക് കുടിയേറിയവരാണ് ഇവർ എന്നാണ് കരുതപ്പെടുന്നത്. മുതുവാൻ എന്ന പേരുണ്ടായതിനെപ്പറ്റിയുള്ള കഥ ഇപ്രകാരമാണ്. മീനാക്ഷി ദേവിയുടെ കോപം മധുരയിൽ വീഴുകയും നഗരം കത്തുകയും ചെയ്തു. ഈ സമയത്ത് മുതുവാൻമാർ മീനാക്ഷി ദേവിയുടെ പ്രതിമ മുതുകിൽ വഹിച്ച് ഇടുക്കിയിലെ സൂര്യനെല്ലി പ്രദേശത്തെത്തി. ദേവിയെ മുതുകിൽ ചുമന്നതിനാൽ അവരെ പിൽക്കാലത്ത് മുതുവാൻ എന്ന് വിളിക്കപ്പെട്ടു. ഇന്നും മുതുവാൻ സ്ത്രീകൾ തങ്ങളുടെ കൊച്ചുകുട്ടികളെയും സാധന സാമഗ്രികളെയും മുതുകിൽ ചുമക്കുന്നത് കാണാം. മുതുവാന്മാർക്ക് അവരുടേതായ ഒരു ഭാഷയുണ്ട്. അത് തമിഴ്, മലയാളം കലർന്ന വാക്കുകളിൽ വായ്മൊഴിയായി ഇന്നും അവർ തമ്മിൽ സംസാരിച്ചു പോരുന്നു. വിവാഹസഖ്യം, സാമൂഹിക പദവി, വംശപരമ്പര നിലനിർത്തിക്കൊണ്ടുപോവുക എന്നിവ ഊട്ടി ഉറപ്പിക്കുന്നതിനായി മുതുവാൻ സമുദായത്തെ 6 കൂട്ടങ്ങൾ അഥവാ വംശങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. കൂട്ടത്തിന് പുറത്തുനിന്ന് വിവാഹം കഴിക്കാനും പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കാനും താൽപര്യപ്പെടാത്ത ഈ കൂട്ടർ കുടി എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ ഗ്രാമത്തിൽ 30ഓ അതിൽ ഏറെയോ അണുകുടുംബങ്ങളായി താമസിച്ചു വരികയും അവരുടെ കുടിയുടെ തലവനായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആളെ കാണി അഥവാ മൂപ്പൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. മുതുവാൻ കുടികളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ പൊതുശയന മുറികളുണ്ട്. പ്രായപൂർത്തിയായ ശേഷം അവർ രാത്രി സമയങ്ങളിൽ പൊതുശയന മുറികളിൽ കിടന്നുറങ്ങുന്ന സമ്പ്രദായം ഇവരുടെ പ്രത്യേകതകളിൽ ഒന്നാണ്. മുതുവാൻ ഭാഷയിൽ ഇളന്താരി എന്ന് വിളിക്കപ്പെടുന്ന അവിവാഹിതരായ ആൺകുട്ടികൾക്ക് വേണ്ടി
സാവടി അല്ലെങ്കിൽ ചാവടി എന്ന പേരിലും പെൺകുട്ടികൾക്കായി തിണ്ണവീട് എന്ന പേരിലും പൊതുശയനമുറി സമ്പ്രദായം എല്ലാ കുടികളിലും മുതുവാന്മാർ പരിശീലിച്ചിരുന്നു. കാലാന്തരത്തിൽ കേരളത്തിലെ മുതുവാൻ കുടികളിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചാവടിയെ ഇന്നും കുഞ്ചിപ്പാറക്കുടിയിൽ പരിപാലിച്ചു വരുന്നുണ്ട്. ആട്ടവും പാട്ടുമായി മുതുവാന്മാരുടെ ഒത്തുചേരലിന്റെ വേദി കൂടിയാണ് ഈ ചാവടികൾ. നഗരിക്ക് എണ്ണകലി നഗരിക്ക് നാം പോരാ നഗരിക്ക പെണ്ണുകളും നാറാതയ്യാ നാറാജു നഗരി നാറാതയ്യാ അത് 5-6 മാസക്കുള്ള തീരതുമല്ലേ. സമകോണ ചതുരശ്രമായോ ദീർഘചതുരാകൃതിയിലോ നിർമ്മിക്കുന്ന ചാവടി മുള, ഈറ, തടി എന്നിവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചെളിമെഴുകിയ തറയും മുളയുടെ ഇലകൾ കൊണ്ട് മെയ്ത മേൽക്കൂരയുമുള്ള ഈ ചാവടികളിൽ പൊതുവെ ഗൃഹോപകരണങ്ങൾ ഒന്നും ഉപയോഗിക്കാറില്ല. കുഞ്ചിപ്പാറയിലെ ചാവടിയിൽ വിശ്രമത്തിനായി മുളവാളികൾ കൊണ്ട് നിർമ്മിച്ച തട്ട് കാണാൻ സാധിക്കും. സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ചാവടിക്ക് ഒരു വാതിൽ മാത്രമാണുള്ളത്. രാത്രികാലങ്ങളിൽ ചൂട് ലഭിക്കാനായി ഒരു തീക്കുണ്ഡവും പാചകത്തിനായുള്ള വിറകടുപ്പും ഉണ്ടാകും. സാധാരണയായി വിറക് ചാവടിയിൽ സൂക്ഷിക്കാറില്ല. പകരം രാത്രിയിൽ അംഗങ്ങൾ ചാവടിയിൽ തങ്ങാൻ പോകുമ്പോൾ വിറക് കൊണ്ടുപോകാറാണ് പതിവ്. വിശ്രമത്തിനായുള്ള പായകളും മുതുവാന്റെ തനത് വാദ്യോപകരണങ്ങളും ചാവടിയിൽ സൂക്ഷിക്കാറുണ്ട്. അതാത് കുടികളിലെ ആൺകുട്ടികളും അവിവാഹിതരായ പുരുഷന്മാരും കുടിയിലെ ഏറ്റവും മുതിർന്ന ആളുകളുമാണ് ചാവടികളിലെ അന്തേവാസികൾ. എല്ലാ ദിവസവും വൈകുന്നേരം ആൺകുട്ടികൾ ചാവടിയിൽ ഒത്തുചേരുന്നു. 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺകുട്ടികൾ ചാവടിയാണ് വീടായി ഉപയോഗിക്കുന്നത്. വിവാഹം കഴിക്കുന്നതുവരെ അവർ അവിടെ കിടന്നുറങ്ങുന്നു. ഈ ശീലം രക്ഷിതാക്കൾക്ക് രാത്രികാലങ്ങളിൽ ലൈംഗിക സ്വാതന്ത്ര്യം നൽകുകയും അനൗപചാരിക വിദ്യാലയം, പരിശീലന കേന്ദ്രം എന്നിങ്ങനെ ഈ ചാവടികളിൽ പ്രവർത്തിക്കുകയും കൂടാതെ കൗമാരക്കാരെ പക്വതയുള്ള മുതുവാന്മാരാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ചാവടിയെപ്പറ്റി തലവച്ചപ്പാറ മുതുവാൻ ഊരിലെ മന്ത്രകാരനും പൂജാരിയുമായ കുമാരൻ അങ്കപ്പൻ സംസാരിക്കുന്നു. ചാവടിന് പേര് പറഞ്ഞാൽ എങ്ങനെ പറയാം, മറയൂർ ചന്ദ്രൻ ചോല അറിയാൻ പറയുക. മറയൂർ ചന്ദ്രൻ ചോലിൽ ഒരു ദേവേന്ദ്ര സ്വാമി ഉണ്ടാക്കിയ മറയൂർ ചന്ദ്രൻ ചോല, അവിടെയാണ് ചാവടി ഉണ്ടാക്കിയത്. അവിടെ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടം കൊടുന്ന, നമ്മൾ ഈ ഒരു കൂട്ടം കൊടുന്ന കൂട്ടം ഉണ്ടാക്കിയപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ ഒരു മകൻ ഉണ്ടായിരുന്നു. അത് വായുഭോഗം കൊണ്ടുപോയി ദശരഥ മഹാരാജ വീട്ടിൽ പറഞ്ഞു ഇത്രയും പൊക്കായപ്പോൾ ഈ കൊച്ചു ആരാണെന്ന് അറിയാൻ പാടില്ല. ചാവടി ഉണ്ടാക്കിയ കാര്യമാണ് അടി ഇത് അവസാനം പറഞ്ഞത്. അപ്പോൾ കൊച്ചു ആരതാണെന്ന് ഭരണ ശിവനാട്ട് പോയി, സുരേഷനാട്ട് പോയി, എല്ലാവരും അന്വേഷിച്ചിട്ടും ആരെയും കൊച്ചില്ല. ഉടനെ വായുഭോഗാനെ വിളിച്ചു, കാറ്റിനാ വിളിച്ചു പറഞ്ഞു ഈ കൊച്ചു ആരതാ, എവിടെ നിന്നാണ് കൊണ്ടുപോയത്? നമ്മൾ പറഞ്ഞു എവിടെ നിന്നാണ് എടുത്തോന്നു പറഞ്ഞു. എടുത്തോന്നു പറഞ്ഞപ്പോൾ മറയൂരിൻ്റെ എടുത്തോന്നു പറഞ്ഞു. ശരി, നമുക്കവിടെ കൂട്ടം ഉണ്ടാക്കാൻ എന്ത് വേണം? ആനമുഖത്ത്, ചുങ്കുരി മുഖത്ത് ആസാരക്കുരുവി, നടവീട് കുരുവി, നടത്തിരുവിയാടി എല്ലാം കത്തേറും കൈരേരി എളുപ്പേറും ചുങ്കതാനൊക്കെ എന്ന് പറയാൻ വലിയ വലിയ ആളുകൾ ഇതുപോലെ ഉദ്യോഗസ്ഥന്മാരെ വന്ന് ഇഴക്കാനും കേൾക്കാനും ഇരുത്തി. ഈ ചാവടി ഉണ്ടാക്കി കാരണം എന്ന് എനിക്ക് കേട്ടു. അതപ്പം പറഞ്ഞ ഒരു കാര്യം, ഈ ചാവടി ഉണ്ടാക്കി കൊച്ചു ആരെന്ന് അറിയാൻ വേണ്ടിയാണ് ചാവടി ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. എന്നത്തെ കുഞ്ചീനെടുത്ത് വന്നത് കുഞ്ചീന് പറഞ്ഞ കൊച്ച് മലയാളത്തിൽ ഞങ്ങളുടെ ഭാഷയിൽ കുഞ്ചീനെടുത്തെന്ന് കേട്ടോ, ഇതാവണം കുഞ്ചീന് കേട്ടോ ഇതാരെന്നില്ല. അപ്പോൾ കാറ്റിനെ വിളിച്ച് കേട്ടാറ് ഇതേടെന്നില്ല എടുത്തോന്നില്ല, തേനാത്തും ജോലിയിൽ നിന്നാണ് ഈ കുഞ്ചീന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് കർണം പെരുമാളെന്ന് പേരും കിട്ടും. അന്ന് ആണ് ചാവടി ഉണ്ടാക്കി. ആ കൂട്ടം അറിയാൻ വേണ്ടിയാണ് ചാവടി. അന്ന് മുതൽ ഞങ്ങൾക്ക് ഈ സാധനം ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടി തന്നു. പരമേശ്വരൻ തന്നപ്പോൾ ഞങ്ങൾക്ക് ചാവടി, അതിൻ്റെ പേരും കിട്ടും ഞങ്ങൾ. അങ്ങനെയാണ് സംഭവം. ഇതിനാണ് ചാവടി എന്ന് പേര് പിടിയത്. അപ്പോൾ കല്യാണം കഴിക്കാത്ത പിള്ളേരും എല്ലാം പെൺകൊച്ചുങ്ങളും എല്ലാവർക്കും യുക്തിയായി മുത്തുമാല അവളെ കിടക്കത്തുള്ളൂ. ഞങ്ങളുടെ ഭാഷയിൽ വളാമ്പേരിൽ കിടക്കുന്നതാണ് പകരപ്പ. അതെ, അത് കഴിഞ്ഞ് ഞങ്ങളെ രണ്ടായിരം കുഞ്ചിലിങ്ങനെ മുടി കെട്ടി, ഇവരുടെ മുടിയാകുമ്പോൾ തലയൊക്കെ കെട്ടിക്കണിഞ്ഞ് ഉറുമാല കെട്ടിക്കണി ഇവിടെ വന്ന് കിടക്കും. ആ ഉറുമാല കെട്ടി കിടക്കുന്ന പായും പട്ടിയും ചാമനുമാണ് ഇന്ന് ചാവടി വെച്ചേക്കണത്. അത് ഇതുപോലെ 2000 കുഞ്ചി മാത്രം, പെണ്ണുകുഞ്ചിൽ വരുത്തല 2000 കുഞ്ചിൽ മാത്രം. അങ്ങനെയാണ് ഞങ്ങൾ ഈ നിയമം വെച്ചെടുക്കുന്നത്. പെണ്ണെടുക്കാത്ത കുഞ്ചിയാണ് 2000 ഞങ്ങൾ പറഞ്ഞത്. അതുപോലെ മക്കളെയാണ് പെൺകൊച്ചുങ്ങളെ മക്കളെന്ന് പറയും. മക്കളൊക്കെ ഇവിടെ ഇല്ല, ചെന്ന വീട്ടിലോ അല്ലെങ്കിൽ മുത്തിമാരുടെ വീട്ടിലോ കിടക്കത്തുള്ളൂ. 18 വയസ്സിലെ ഉറുമാല കെട്ടി ഉറുമാല കെട്ടിക്കിന് പിന്നെ ഉറുമാല കെട്ടി ഇവിടെ ഈ ചാവടി ഒന്ന് കിടന്നു. എന്നിട്ട് പെണ്ണെടുക്കാനായിട്ട് പോവുകയാണ്. പിന്നെ പെണ്ണെടുക്കാനായിട്ട് പോകുമ്പോൾ പെണ്ണെടുത്ത് വന്നാൽ പിന്നെ അവൻ വേറെ വീടുണ്ടാക്കി അവൻ വേറെ താമസിക്കും. അപ്പോൾ ചാവടിയിൽ പോകാൻ്റെ പാട്ടും അങ്ങനെയാണ്.
ആകെ പാട്ട് തെറ്റിയും ചെയ്ത് ഇരുന്തപ്പഴമേ അടിയാര ഇണ്ടി വിളുന്ന മാമ്പഴമേ ഓരത്തിൻ പപ്പളമാര കര തെളി വന്ന കൊന്നിടുമേ എന്ന് പെണ്ണെടുക്കാത്ത തുഞ്ചിക്ക് കല്യാണത്തിന് പോകേണ്ട പാട്ടാണത്. പച്ചപ്പിള്ള കായ്പിടിത്തേ അടിമുള്ള പട്ടണം പാതി വഴി ചുറ്റിയിടം തയ്യ ഓരോ ചുറ്റിപ്പെട്ട പിള്ളേണ്ട് കറരി മണിച്ച് വയ്യാതെ അത് കല്യാണം കഴിക്കുന്ന പെണ്ണൻ കൊണ്ടുവരുന്ന ഭാഗമാണ്. ഉത്തരമങ്ങായത്തൂടെ അടിയാര ഇന്ത്യാടി വരും കണ്ണണി ഉറച്ചെത്തറച്ചാവടിയേ ചെറിയാറ് പോട്ടുകളും ചെറുനാളാണ് തീക്കിട്ട് ഞാൻ പോറേ. ഊരിലെ മന്ത്രകാരനും പൂജാരിയുമായ കുമാരൻ അങ്കപ്പൻ ഊരിലെ ഇളന്താരിക്ക് ചാവടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ചാവടി എന്തിനും ചാവടി ഏർന്നിന് വന്നതിനും ബേസിലേ ചാവടി വന്നത് എന്ന് പറഞ്ഞാൽ മറിയൂരിൽ നിന്നാണ് ചാവടി വന്നത്. അപ്പോൾ അവിടെയാണ് വില്ലന്താരി ജ്ഞാനം വിളിച്ചത്. അപ്പോൾ മണനാട് 300 തിരുക്കാർ മലമപ്പിച്ചിരി 1000 മില്ല് 300 കൂടി 12 പേര് 5 രാജാക്കന്മാരും കൂടിയാണ് വില്ലന്താരി വിളിക്കുന്നത്. അപ്പോൾ വില്ലന്താരിൻ്റെ നിയമത്തിലാണ് പിന്നെ ബാക്കി ഉടുപ്പുകാരൻ ഇളന്താരി മക്കള് മുറ്റിമാര് എല്ലാം നിൻ്റെ നിയമത്തിലാണ് പോകുന്നത്. അതാണ് ചാവടി. അപ്പം നീ പറഞ്ഞത് ഏത് രൂപ കുഞ്ചിയാളാണെങ്കിലും വലിയാളാണെങ്കിലും നീ പറഞ്ഞത് ഏതാണോ എങ്ങനെ ചെയ്യണം ചാവടിനെ പറ്റി അല്ലെങ്കിൽ എവിടെ ആട്ടുംപാട്ട് ചെയ്യണം എന്താണ് കഥ കേൾക്കുന്നത് ഇതൊക്കെ നീ പറഞ്ഞെങ്കിൽ അവൻ ചെയ്യത്തുള്ളൂ. അതാണ് വില്ലന്താരിക്കുള്ള ജ്ഞാനം. അത്രേ ഉള്ളൂ ചാവടി പറ്റിയുള്ള പ്രധാനങ്ങൾ. വില്ലന്താരി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആളാണ്. മന്ത്രിനെ സ്ഥാനമുണ്ട് വില്ലന്താരിക്ക്. അതാണ് വില്ലന്താരി സ്ഥാനം വിളിക്കുന്നത്. ആട്ടളം അതുപോലെ തന്നെ വില്ലന്താരിനുള്ള കയ്യിലോ സുരേഷിനുള്ള കയ്യാണ് ഈ നാട്ടകം ഇരിക്കുന്നത് മന്ത്രത്തിൽ. അത് നീ വിരിക്കണം. നീ അവിടെ നിന്റെ ആടുന്നത് നിന്റെ കൂടെ തന്നെ. നീ പറഞ്ഞാൽ അനുസരിക്കണം. അപ്പോൾ ഇവിടെ മാത്രമല്ല നമ്മുടെ മേഖലയിൽ ആരൊക്കെ എവിടെയൊക്കെ കൂടിയുണ്ടോ ആ കുടികൂടിയിലെല്ലാം ഈ നിയമം തന്നെയാണ് കൊണ്ടുപോകുന്നത്. വേറെ പിടിപ്പിക്കാൻ നിനക്ക് അവിടെ അധികാരം കിട്ടും. അതേ ഞാൻ ഉണ്ടാകത്തുള്ളൂ. അവിടെ വില്ലന്താരി പിന്നെ അവൻ അനന്തമാണ്. അപ്പം നീയാണ് അവിടുത്തെ കാര്യം കൊണ്ടുപോകുന്നത്. ഇപ്പം തിളവച്ചാറ് വില്ലന്താരി വന്നാൽ നീ ഇവിടെ പിന്നെ പറഞ്ഞു കൊടുത്താൽ മതി. നീ എല്ലാം നോക്കിക്കോ. ഞാൻ അനന്തമാണ് എൻ്റെ. അതാണ് അങ്ങനെയാണ് നിയമം. അപ്പോൾ മറിയൂർ മുതൽ ഇങ്ങോട്ടുള്ള നമ്മൾ ഉദാഹരണ കൂടി എവിടെയൊക്കെ ഉണ്ടോ എല്ലാ കുടികളിലും അതാ നിയമമുള്ളത്. മുത്തിമാരാണെങ്കിലും ഇളന്താരി മക്കളാണെങ്കിലും കുടുംബക്കാരെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്ത പിള്ളേരാണ് കുടുംബക്കാരൻ. കല്യാണം കഴിക്കാത്ത പിള്ളേരാണ് ഇളന്താരി. അതുപോലെ മുത്തിമാരെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ വൈശാഞ്ഞ് കിടക്കുന്നതാണ് മുത്തിമാർ. മുത്തി മുതുക്കിന് പറഞ്ഞത് ഇളന്താരി. ഒക്കെ നിന്റെ കൂടുതലാണ് നിൽക്കുന്നത്. കുടുംബക്കാർ മാത്രം വേറെ ഉള്ളൂ. ഇപ്പം നാനും പോലും നിന്റെ കൊടുത്താണ്. ആട്ടുപാടമാണ് ഇപ്പോൾ തന്നെ കൊയില് വേറെ കൊയില്. അത് നാടകത്തിന് വേണ്ടി ആട്ടോളത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. ഇനി എന്ന് പറഞ്ഞാൽ ചെറിയാട്ടി കുയ്യെ. ഊരിന് പുറത്തുനിന്ന് കുടികളിൽ എത്തിച്ചേരുന്ന പുരുഷന്മാർക്ക് അതിഥി മന്ദിരമായും ചാവടികൾ പ്രവർത്തിക്കുന്നു.
ചാവടി, പൊങ്കൽ, കൂത്ത് തുടങ്ങിയ ആചാരപരമായ ചടങ്ങുകൾ നടത്താനും കുടികളിലെ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനായിട്ടുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിനും വേണ്ടി ചാവടികൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ഒരു വീട്ടിക്ക് 3 മുമ്പ് വിറക് വെച്ചെടുത്താണ് 3 മുമ്പ് വിറക് വെച്ചെടുത്താണ് ചാടി വീട്ടിൽ കൊണ്ടിട്ട് തീയരിപ്പാൻ തീയരിച്ചിട്ടാണ് നമ്മൾ ആട്ടും പാട്ടും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കുമ്മിണിയടിയാണെങ്കിൽ അങ്ങനെ കാരണന്മാരുടെ ചട്ടമാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയാണ് പിന്നെ നിങ്ങൾ കേട്ടുപിടിക്കുന്നത് ഇളന്താരികൾ അങ്ങനെ വേണം കേട്ടുപിടിക്കാം. അപ്പോഴല്ലേ കാരണന്മാർ പറയത്തുള്ളൂ എന്തെങ്കിലും കാര്യം. അപ്പൊ കൊട്ടുകുത്താൻ പോണോ, ഉരിയാട്ടം പോണോ, തേമ്പെട്ടാൻ പോണോ, ഇതൊക്കെ പറഞ്ഞാൽ കേട്ടു. അപ്പുറം അപ്പൊ പോകാൻ പോകാം, അങ്ങനെ വഴിക്ക് പോകാം. ആ വഴിക്ക് വീട്ടുവാണെങ്കിൽ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ അങ്ങനെ വെറുതെ കിടന്നേ വരത്തുള്ളൂ. ഇതൊക്കെ പറഞ്ഞാൽ പോകാവൂ. അപ്പൊ ആ വഴിക്ക് എന്തെങ്കിലും അവിടെ വന്നാൽ തേടി വരണം അങ്ങനെ വലിയ ആളുകൾ. അല്ലാണ്ട് വരുമോ നോക്കണ്ടല്ലോ. അതാ പറഞ്ഞത്. അപ്പൊ പോകാൻ വഴി പറഞ്ഞു പോകണം, അത് ആവശ്യമാണ്. അപ്പൊ എവിടേക്കാ പോകേണ്ടത്? കീറുമാട്ട് കാണോ, മൂക്കുവരിക്കാണോ, ഇഴങ്ങാവുന്നതിനാണോ, പാതാളത്ത് കാണോ, ഇതൊക്കെ പറയണം. അപ്പൊ മൂക്കുവരിക്ക് പാതാളത്തൊക്കെ പോകുകയാണെങ്കിൽ അവിടേക്ക് അവയ്ക്ക് ചെയ്യുന്നു. അത് മ്ലാവൻകാടിക്കും പോകാനോ, തോണ്ടിയിടാനോ, മഴ കിട്ടാനോ പോകുകയാണെങ്കിൽ അവിടേക്ക് വന്നോ. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞു ചെയ്യാതെ വരത്തുള്ളൂ, അല്ലാണ്ട് വരത്തില്ലോ. അതല്ലേ പറഞ്ഞ വിറക് കേട്ട് കുഞ്ചിൽ അന്താരി കുഞ്ചിൽ വിറക് കേട്ട് വരും. എല്ലാ വീട്ടിലും ഈ 3 മുമ്പ് വിറക്, ഒരു വീട്ടിൽ 3 മുമ്പ് വെച്ചിടണം. അന്ന് തെണ്ടലാണ്. ഇന്ന് വൈകി കാട് വെട്ടുമ്പോ ആ ആറ്റി വെട്ടുമ്പോ പറയണം ഇന്ന് തെണ്ട വിറകുന്ന കേട്ട തരില്ല പെണ്ണുങ്ങള്. അതുകൊണ്ട് തെണ്ടലിന് കേൾക്കണം. എല്ലാ വീട്ടിലും പോയി 3 മുമ്പ് വിറക്. കാട് വെട്ടണം വീട്ടില്. കാണിക്കാറ് കാട് ആദ്യമില്ല, മന്ത്രകാറ് കാട് ആദ്യം വെട്ടണം. പരമ്പരാഗത കൃഷിക്കാരായ മുതുവാന്മാർ മാറ്റക്കൃഷി അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ചെയ്തു വന്നിരുന്നവരാണ്. വിരിപ്പ് കൃഷി എന്ന് അറിയപ്പെടുന്ന ഈ കൃഷിരീതി അനുസരിച്ച് കുടിയിലെ മന്ത്രകാരൻ കണ്ടെത്തുന്ന കാടിനുള്ളിലെ ലക്ഷണമൊത്ത മുളങ്കാടുകൾ ആചാരപരമായ പ്രാർത്ഥന, പൂജ എന്നിവയ്ക്ക് ശേഷം വെട്ടിത്തെളിക്കുകയും തീയിടുകയും ചെയ്യുന്നതിനെ മുതുവാൻ ഭാഷയിൽ വിരിവയ്ക്കുക എന്നാണ് പറയുന്നത്. ഇത് മണ്ണിന്റെ വളക്കൂറ് കൂട്ടുന്നതിന് സഹായമാകുന്നു എന്ന് മുതുവാന്മാർ വിശ്വസിക്കുന്നു. വിരിപ്പ് കൃഷി ചെയ്യുമ്പോൾ ഒരേ ഭൂമിയിൽ തുടർന്നുള്ള വർഷങ്ങളിൽ കൃഷി ചെയ്യാറില്ല. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മാത്രമേ വീണ്ടും അതേ സ്ഥലത്ത് കൃഷി ചെയ്യാറുള്ളൂ. മാറ്റി മാറ്റി ചെയ്യുന്ന കൃഷിയിൽ നിന്നുള്ള വിളവ് സമൂഹത്തിലെ അംഗങ്ങളുടെ ഭക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമാണ്. അവർ ഒരിക്കലും അധിക ധാന്യങ്ങൾ വിപണിയിൽ പണത്തിന് വിൽക്കാറില്ല. പകരം സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും തങ്ങളുടെ പക്കലുള്ള അധിക ഭക്ഷ്യധാന്യങ്ങൾ ആവശ്യമുള്ളവർക്ക് നൽകാറാണ് പതിവ്. ധനുമാസത്തിൽ ആരംഭിക്കുന്ന കൃഷിയിൽ തിനയാണ് ആദ്യത്തെ കൃഷി. വിരിപ്പ് വെട്ടിയ സ്ഥലത്ത് പ്രാർത്ഥനയോടെ വിതയ്ക്കുന്ന വിത്തുകൾ 2-3 മാസത്തിനു ശേഷം വിളവെടുക്കുന്നു. പിന്നീട് മുതുവാന്റെ തനത് നെല്ലിനങ്ങളായ അരിമോടൻ, ആടിമോടൻ, ചോരമോടൻ, പെരുവാഴ, മാരിപ്പെഴുവാഴ, വെള്ളച്ചി, കണ്ണുകരപ്പൻ, മഞ്ഞമാലി, ഊരാളിച്ചി, മഞ്ഞപ്പെരുവാഴ, കല്ലുണ്ണി, പുളിച്ചി എന്നിങ്ങനെ തുടങ്ങുന്ന നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്നു. ഇടവിളയായി കുറുമ്പുല്ല് അഥവാ കോറാൻ എന്ന് വിളിക്കപ്പെടുന്ന റാഗി, അതുപോലെ ചാമ, ചോളം, ചീര അഥവാ അടക്, മറ്റു പച്ചക്കറികളായ മത്തങ്ങ, പൂശണിക്കായ് തുടങ്ങിയവ കൃഷി ചെയ്തു വരുന്നു. സമൂഹത്തിന്റെ പരമ്പരാഗത കൃഷിയിടങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോൾ റബ്ബർ തോട്ടങ്ങളായി മാറിക്കഴിഞ്ഞു. പണസമ്പാദ്യത്തിനു വേണ്ടി റബ്ബർ കൃഷിയിൽ ആകൃഷ്ടരായതോടെ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്ന പല കൃഷിയിടങ്ങളിലും കൃഷി നിലച്ചു. കുടിയിലെ എല്ലാ അംഗങ്ങളും ചേർന്നാണ് കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്നാൽ ഓരോ കുടുംബവും കൃഷിഭൂമിയുടെ ഒരു പ്രത്യേക ഭാഗത്തു നിന്ന് മാത്രമേ വിളവ് എടുക്കുകയുള്ളൂവെന്ന് സമുദായ അംഗങ്ങൾക്കിടയിൽ ധാരണയുണ്ട്. അങ്ങനെ സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ കുടുംബസ്വത്ത് എന്ന അവ്യക്തമായ ഒരു ആശയം മാത്രമേ ഉള്ളൂ എന്ന് അനുമാനിക്കാം. നെല്ല് കൊയ്തെടുക്കാൻ പാകമാകുമ്പോൾ മുതുവാൻ സമുദായത്തിലെ സ്ത്രീജനങ്ങൾ നെൽപ്പാടത്തേക്കിറങ്ങുന്നു. കൊയ്തെടുക്കുന്ന നെൽക്കതിരുകൾ കെട്ടിയെടുത്ത് തലച്ചുമടായി കുടികളിൽ എത്തിച്ച ശേഷം കാലുകൊണ്ട് മെതിച്ചെടുക്കുന്ന നെൽമണികൾ മുറത്തിലിട്ട് പാറ്റിയെടുത്ത ശേഷം
വിറകടുപ്പിൽ നെല്ല് പാകമാകുന്നതുവരെ വറുത്തെടുക്കുന്നു. പിന്നീട് നെല്ലിന്റെ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ മര ഉരലിൽ നെല്ലിട്ട് ഉരലിന്റെ ഇരുവശത്തുമായി സ്ത്രീകൾ നിന്ന് താളാത്മകമായി നെല്ല് കുത്തിയെടുക്കുന്നു. ഇങ്ങനെ കുത്തിയെടുക്കുന്ന നെല്ല് മുറത്തിലിട്ട് വീണ്ടും പാറ്റിയെടുത്ത് അരിയും ഉമിയും വേർതിരിച്ചെടുക്കുന്നു. കുത്തിയെടുക്കുന്ന നെല്ലിൽ കുറച്ചു മാറ്റിയെടുത്തത് വീണ്ടും ഉരലിലിട്ട് കുത്തി പാറ്റിയെടുക്കുന്ന അവൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഇഷ്ടഭക്ഷണമാണ്. ഇലക്കറികളിൽ മുതുവാൻ സമുദായത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെതയടക്. തന്റെ കൃഷിയിടങ്ങളിൽ നട്ടുവളർത്തിയ അടക് എന്ന് വിളിക്കപ്പെടുന്ന ചീരയുടെ ഇളംകൂമ്പ് ഒടിച്ചെടുത്ത ശേഷം വെള്ളം തൊടാതെ തന്നെ തട്ടി വൃത്തിയാക്കുന്നു. ഒരുപക്ഷെ വെള്ളം തൊടാതെ വൃത്തിയാക്കുക വഴി ചീരയുടെ ഗുണം മുഴുവനായും നഷ്ടപ്പെടില്ലെന്ന വിശ്വാസം ഇവർക്കുണ്ടായിരിക്കാം. ഇങ്ങനെ വൃത്തിയാക്കിയെടുക്കുന്ന അടക് കത്തി തൊടാതെ തന്നെ കൈകൊണ്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചുവെക്കുന്നു. ശേഷം വിറകടുപ്പിൽ കാന്താരിയും ഉപ്പും അടകും ചേർത്ത് കറി തയ്യാറാക്കുന്നു. ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രത്തിൽ വെള്ളം ചൂടായി വരുമ്പോഴേക്കും മുറിച്ചുവെച്ച അടക്, മുളക്, ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി വേവിച്ച് വെതയടക് തയ്യാറാക്കുന്നു. ആദ്യ വിളവെടുപ്പിൽ കുത്തിയെടുക്കുന്ന അരി ഉപയോഗിച്ചു വയ്ക്കുന്ന കഞ്ഞിയും വെതയടകും സ്ത്രീകൾ കുടികളിലേക്ക് എത്തിച്ച് മുറത്തിൽ വാഴയില വെച്ച് വിളമ്പുന്നു. ഊരിലെ പ്രധാന മന്ത്രകാരൻ വിശേഷാൽ പ്രാർത്ഥനകൾ നടത്തി മലദൈവങ്ങൾക്കും കാരണവന്മാർക്കും നേദിക്കുന്നു. പിന്നീട് പുരുഷന്മാർ ഭക്ഷണം കഴിക്കുകയും അതിനുശേഷം മറ്റുള്ളവരും കഴിക്കുന്നു. മുത്തുകാണി, വെണ്ണി, നൂറാൻ, നാറ, കൂവ, തേട്ട, തീണ്ടി, പതയൻ, വാലി, വാലിപ്പുലയൻ മുതലായ കാട്ടുകിഴങ്ങുകൾ പരമ്പരാഗതമായി മുതുവാൻ സമുദായത്തിന്റെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വാലിക്കിഴങ്ങ്, ഡയസ്കോറിയ വാലിച്ചി. മണ്ണിനടിയിൽ വാലുപോലെ നീണ്ടുപോകുന്ന കിഴങ്ങ് ആയതിനാലാണ് ഇതിനെ വാലിക്കിഴങ്ങെന്ന് വിളിക്കപ്പെട്ടത്. മണ്ണിൽ നിന്ന് മാന്തിയെടുക്കുന്ന ഈ കിഴങ്ങുകൾ തീയിലിട്ട് ചുട്ടെടുത്ത് കഴിക്കുന്നത് മുതുവാന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ്. ആയിരത്തി 1885 കാലഘട്ടത്തിൽ ബ്രസീലിൽ നിന്നും കപ്പൽ മാർഗം വന്ന കപ്പയും നിലവിൽ മുതുവാൻ സമുദായത്തിന്റെ ഇഷ്ടപ്പെട്ട കിഴങ്ങുവർഗ്ഗങ്ങളിൽ ഒന്നാണ്.
കാട്ടിൽ നിന്ന് വെട്ടിയെടുക്കുന്ന മുളന്തണ്ടുകളുടെ ഉള്ളിൽ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയ കപ്പക്കഷ്ണങ്ങൾ നിറച്ചതിനു ശേഷം മുളയുടെ തുറന്നിരിക്കുന്ന അഗ്രഭാഗം കരിയില കൊണ്ട് അടച്ചുവെച്ചതിനു ശേഷം തീയിൽ വച്ച് വേവിക്കുന്നു. പുറത്തെടുക്കുന്ന മുളന്തണ്ടിന്റെ പുറത്തുപറ്റി പിടിച്ചിരിക്കുന്ന കരി ഒരു കത്തി കൊണ്ട് ചുരണ്ടി മാറ്റിയതിനു ശേഷം വെട്ടിക്കീറി പുറത്തെടുക്കുന്ന കപ്പയുടെ രുചി വളരെ വിശേഷമാണ്. മുതുവാൻ സമൂഹം അവരുടെ വരുമാനത്തിന്റെ ഗണ്യമായ ഒരു ഭാഗത്തിനു വേണ്ടി ആശ്രയിക്കുന്നത് തേൻ, ജാതിപത്രി, കുടംപുളി, തെള്ളി എന്നിവ ഉൾപ്പെടുന്ന തടി ഇതര വനവിഭവങ്ങളെയാണ്. ഇതിൽ കറുത്ത കുന്തരിക്കത്തിനെ തെള്ളി എന്നറിയപ്പെടുന്നു. ഇത് കുറുന്തേനാണ്. ഇത് ഈ മരത്തിന്റെ കുത്തിൽ കിടക്കുന്ന കുറുന്തേന്. പിന്നെ മരത്തിന്റെ കൊമ്പത്തിൽ കിടക്കുന്ന ചെറുതേനുണ്ട്. പിന്നെ പന്തേന് കൊമ്പിന്റെ അടിയിൽ തൂങ്ങി കിടക്കണ വലിയ കൊമ്പത്തിന് ആയത്തിലെ പൊക്കത്തിൽ കിടക്കുന്ന തൂങ്ങി കിടക്കുന്ന പെരുന്തേന്. ഇതിന് 3 സൈസ് തേനാണ് കാട്ടിലുള്ളത് നിലവില്. വിൽപ്പനയ്ക്കായി വനത്തിൽ നിന്ന് ശേഖരിക്കുന്ന ഒരു പ്രധാന തടി ഇതര വനവിഭവമാണ് തേൻ. കുറുതേൻ, പെരുന്തേൻ, കോയ്ത്തേൻ, പായ്ത്തേൻ, ചെറുതേൻ, കോൽത്തേൻ, പുലിത്തേൻ, വൻതേൻ എന്നിവ വനത്തിൽ നിന്നും ശേഖരിക്കപ്പെടുന്ന തേനിനങ്ങളാണ്. ഇതിൽ ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള തേനാണ് കുറുതേൻ. ഇതിപ്പോ നമ്മൾ കാട്ടിൽ പോയി തേടി കുറുന്തേനെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇതാണ് കുറുന്തേന്. ഇതാണ് കുറുന്തേനെ. ഞങ്ങൾ കാട്ടിൽ പോയി ഇറക്കണ കുറുന്തേന് ഇതാണ്. ഇതിപ്പോ നമ്മൾ ആദ്യമായിട്ട് ഇറക്കാൻ ഇതിപ്പോ ഇവിടെ ഒന്ന് കാട്ടിൽ പോയി കണ്ട എടുത്തു നമ്മൾ തേന്. പുരുഷന്മാർ ഷർട്ടും നീളമുള്ള മുണ്ടുമാണ് ധരിക്കുന്നത്. പ്രായമായവർ തലപ്പാവ് കൂടി ഉപയോഗിക്കുന്നു. തല മുഴുവൻ മൂടുന്ന ഒരു തുണിക്കെട്ടാണിത്. പ്രായമായ പുരുഷന്മാർ കല്ലും ഗ്ലാസുമുള്ള കമ്മലുകൾ, കടുക്കൻ ധരിക്കുന്നു. സ്ത്രീകളുടെ വേഷം സാരിയാണ്. കഴുത്തിലെ ചങ്ങലകൾ, ചെവികൾ, വിരലുകൾ, കാൽവിരലുകൾ എന്നിവയ്ക്കുള്ള വളയങ്ങൾ, കൈകളിലെ നിരവധി കുപ്പിവളകൾ എന്നിവ സ്ത്രീകളുടെ സാധാരണ ആഭരണങ്ങളാണ്. പച്ചകുത്തൽ പോലെയുള്ള സമ്പ്രദായങ്ങളും ഇവർക്കിടയിലുണ്ട്.